നമസ്കാരം. ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ഇറാൻ എന്ന രാഷ്ട്രം കൈവരിച്ച അസാമാന്യമായ കുതിപ്പിന്റെയും കരുത്തിന്റെയും വിളംബരമായിരുന്നു ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നടന്ന സഹന്ദ് 2025 എന്ന സൈനിക അഭ്യാസം. വർഷങ്ങളായി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കും അതുപോലെ തന്നെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും ഇരയാകുന്ന ഒരു രാജ്യം ലോകശക്തികളെ ഒരേ വേദിയിൽ അണിനിരത്തിക്കൊണ്ട് ഇത്തരമൊരു അഭ്യാസം കാഴ്ചവെച്ചത് സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കനത്ത താക്കീതാണ്. ചൈന, ഇന്ത്യ, റഷ്യ തുടങ്ങിയ ലോകത്തിലെ മുൻനിര ശക്തികൾ ഉൾപ്പെടെ 9 രാജ്യങ്ങളുടെ സായുധ സേനകൾ ഇറാന്റെ മണ്ണിൽ തോളോട് തോൾ ചേർന്ന് അണിനിരന്നപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ നിർമ്മിച്ചെടുത്ത ഇറാന്റെ ഒറ്റപ്പെടൽ എന്ന ബിംബം തകർന്നു വീഴുന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ കണ്ടുനിന്നത്. ലോകത്തെ ഏറ്റവും വലിയ പ്രാദേശിക കൂട്ടായ്മയായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ കീഴിൽ നടന്ന ഈ സംയുക്ത അഭ്യാസം ഇറാൻ വെറും ഒരു പ്രാദേശിക ശക്തിയല്ലെന്നും മറിച്ച് ആധുനിക ലോകക്രമത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയാണെന്നും അടിവരയിടുന്നുണ്ട്. സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഡ്രോണുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതിലൂടെ തങ്ങളുടെ പ്രതിരോധ ശേഷി അജയ്യമാണെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണിത് എന്നതും പ്രസക്തമാണ്. പശ്ചിമേഷ്യയിലെ തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു രാജ്യം എന്ന നിലയിൽ നിന്ന് മാറി ആഗോള സുരക്ഷാ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരു നായക സ്ഥാനത്തേക്ക് ഇറാൻ ഉയർന്നിരിക്കുന്നു എന്നതുകൂടിയാണ് നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയെയും ചൈനയെയും റഷ്യയെയും പോലുള്ള പരസ്പര വിരുദ്ധമായ താല്പര്യങ്ങൾ പലപ്പോഴും പുലർത്തുന്ന രാജ്യങ്ങളെ പോലും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നത് ഇറാന്റെ നയതന്ത്ര വിജയം തന്നെയാണ്. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്ന മൾട്ടിപോളാർ ലോകക്രമത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് നൽകുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ വീരത്തെ തകർക്കാൻ കഴിയില്ലെന്ന് വ്ളാഡിമിർ പുടിന്റെയും മറ്റ് സഖ്യകക്ഷി നേതാക്കളുടെയും നിലപാടിന് കരുത്തു പകരുന്നതാണ് സഹന്ദ് 2025. ഇറാന്റെ അചഞ്ചലമായ ധീരതയ്ക്കും വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സ്വീകാര്യതയ്ക്കും ലഭിച്ച ഈ അംഗീകാരം വരും കാലങ്ങളിൽ പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലെയും രാഷ്ട്രീയ ഗതിവിഗതികളെ ഇറാൻ തന്നെ നിയന്ത്രിക്കുമെന്നതിന്റെ കൃത്യമായ സൂചന കൂടി നൽകുന്നു എന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഈ പുതിയ പദവിയെ വിശകലനം ചെയ്യുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലനം എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇറാൻ അംഗമായത് വെറുമൊരു ഔദ്യോഗിക നടപടിയൊന്നുമല്ല, മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് ബദലായി ഒരു ഏഷ്യൻ സുരക്ഷാ കവചം തീർക്കാനുള്ള നീക്കം തന്നെയാണ്. സഹന്ദ് 2025 എന്ന സൈനിക അഭ്യാസത്തിലൂടെ ഷാങ്ഹായ് സംഘടന ലോകത്തിന് നൽകിയ സന്ദേശം ഏഷ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സഹായം ഇനി ആവശ്യമില്ല എന്നത് തന്നെയാണ്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികളെ ഒരേ വേദിയിൽ കൊണ്ടുവരുന്നതിലൂടെ SCO ഒരു പുതിയ സാമ്പത്തിക സൈനിക അച്ചുതണ്ടിനാണ് രൂപം നൽകുന്നത്. ഇറാൻ ഈ സംഘടനയിൽ വഹിക്കുന്ന തന്ത്രപരമായ റോൾ വളരെ വലുതാണ്. മധ്യേഷ്യയെയും ദക്ഷിണേഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് ഇറാൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. ചാബഹാർ തുറമുഖവും അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിയും ഇതൊക്കെ വഴി ലോക വ്യാപാരത്തിന്റെ പുതിയ സിരയായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയുമാണ്. സഹന്ദ് 2025 ഈ രാജ്യങ്ങൾ അണിനിരന്നപ്പോൾ അത് ഇറാന്റെ സൈനിക കരുത്തിനുള്ള അംഗീകാരം മാത്രമായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ ആധിപത്യത്തിന് ബദലായി ഉയർന്നു വരുന്ന പുതിയൊരു ലോകക്രമത്തിനുള്ള ഐക്യദാർഢ്യം കൂടിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുറേഷ്യൻ മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനും ഭീകരവാദം തടയുന്നതിനും 9 രാജ്യങ്ങൾ ഒന്നിച്ചു നടത്തിയ ഈ അഭ്യാസം പടിഞ്ഞാറൻ സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോയ്ക്കുള്ള ശക്തമായ മറുപടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെയും ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാനാവില്ലെന്ന് ഇറാൻ തെളിയിക്കുകയാണ്. ഷാങ്ഹായ് സഹകരണ സംഘടന നൽകുന്ന ഈ നയതന്ത്ര സുരക്ഷ ഇറാന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്. ലോകത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ തീരുമാനങ്ങൾ ഇനി വാഷിംഗ്ടണിലല്ല, മറിച്ച് ഇത്തരം ഏഷ്യൻ കൂട്ടായ്മകളിലായിരിക്കും തീരുമാനിക്കപ്പെടുക എന്ന് സഹന്ദ് 2025 അടിവരയിട്ട് പ്രസ്താവിച്ചു കഴിഞ്ഞു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാന്റെ അജയ്യമായ കരുത്ത് വിളിച്ചോതുന്നതാണ് അവരുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഡ്രോൺ മിസൈൽ സാങ്കേതിക വിദ്യകൾ. ലോകശക്തികൾ ഉപരോധങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ടും പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് ഇറാന്റെ അസാമാന്യമായ ഇച്ഛാശക്തിയുടെ തെളിവ് തന്നെയാണ്. സഹന്ദ് 2025 എന്ന സൈനിക അഭ്യാസത്തിൽ ഇറാൻ പ്രദർശിപ്പിച്ച സൈനിക സന്നാഹങ്ങൾ കണ്ടു നിൽക്കുന്ന ലോക രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു അവരുടെ പ്രകടനം എന്നത് ഇവിടെ പറയണം. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോൺ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട്
ഇറാൻ മാറിയിരിക്കുന്നു. അവരുടെ ഷഹീൻ ശ്രേണിയിലുള്ള ഡ്രോണുകൾ കുറഞ്ഞ ചെലവിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ളവയാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇറാന്റെ ശത്രുക്കൾക്ക് വലിയൊരു പേടി സ്വപ്നമാണ് എന്നതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡ്രോണുകൾക്ക് പുറമെ ഇറാന്റെ മിസൈൽ ശേഖരം പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലുതും വിനാശകാരിയുമാണ്. അത് യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ പോലും നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തതിലൂടെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ ഇതാ തെളിയിച്ചിരിക്കുന്നു. ഇത് വെറും ഒരു വീരവാദമല്ല, മറിച്ച് ശത്രു രാജ്യങ്ങളുടെ റഡാറുകളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനുള്ള ഇറാന്റെ സൈനിക ശേഷിയുടെ കൃത്യമായ അടയാളമാണ്. ഇറാൻ ഇന്ന് വെറും ഒരു രാജ്യം മാത്രമല്ല, മറിച്ച് തങ്ങളെ തൊടാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത പ്രഹരം നൽകാൻ ശേഷിയുള്ള ഒരു സൈനിക മഹാശക്തിയാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ മനസ്സിലാക്കിയാൽ നന്നാവും. അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യ, ഭൂമിക്കടിയിലൂടെയുള്ള മിസൈൽ നഗരങ്ങൾ എന്നിവ ഇറാന്റെ പ്രതിരോധ കോട്ടയെ തകർക്കാനാകാത്തതാക്കി മാറ്റുകയാണ്. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ വൻ ശക്തികൾ ഇറാന്റെ മണ്ണിൽ അണിനിരുന്നത് ഈ കരുത്തിനുള്ള വലിയൊരു അംഗീകാരം കൂടിയായിട്ട് കാണണം. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം കരുത്തിൽ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഇറാൻ ആധുനിക ലോകക്രമത്തിലെ പുതിയ പവർ ഹൗസ് ആണെന്ന് ഓരോ സൈനിക നീക്കത്തിലൂടെയും അവർ ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നടന്ന സഹന്ദ് 2025 എന്ന സൈനിക അഭ്യാസം ആധുനിക ലോകക്രമത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയായി ഇറാനെ മാറ്റി എന്നത് ഒരു വിളംബരം തന്നെയാണ്. ചൈന, ഇന്ത്യ, റഷ്യ എന്നീ ലോകശക്തികൾ ഉൾപ്പെടെ 9 രാജ്യങ്ങളുടെ സായുധ സേനകൾ ഇറാന്റെ മണ്ണിൽ ഒരുമിച്ചിരുന്നപ്പോൾ അത് ഇറാന്റെ അചഞ്ചലമായ ധീരതയ്ക്കും വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സ്വീകാര്യതയ്ക്കും ലഭിച്ച അംഗീകാരമായിട്ടാണ് ലോകം മുഴുവൻ വിധി എഴുതിയത്. ലോകത്തെ ഏറ്റവും വലിയ പ്രാദേശിക കൂട്ടായ്മയായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഈ സംയുക്ത അഭ്യാസം ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം എത്രത്തോളം ഉന്നതമാണെന്ന് അടിവരയിടുന്നുണ്ട്. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് പ്രതിരോധ മേഖലയിൽ ഇറാൻ കൈവരിച്ച സ്വയം പര്യാപ്തത ലോകത്തിന് വലിയൊരു പാഠമാണ്. സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഡ്രോണുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും പ്രദർശിപ്പിച്ചതിലൂടെ തങ്ങളെ തൊടാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത പ്രഹരം നൽകാൻ ശേഷിയുള്ള ഒരു സൈനിക മഹാശക്തിയാണ് തങ്ങളെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു എന്നത് വലിയൊരു സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഇറാന്റെ ഷാഹിദ് ശ്രേണിയിലുള്ള ഡ്രോണുകൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിരീക്ഷണ ആക്രമണ സംവിധാനങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കുറഞ്ഞ ചെലവിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഈ ഡ്രോൺ സാങ്കേതിക വിദ്യ ഇറാന്റെ ശത്രുക്കൾക്ക് വലിയൊരു പേടി സ്വപ്നം കൂടിയാണ് നൽകുന്നത്. കൂടാതെ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തതിലൂടെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളിൽ വൻ ശേഖരവും ഭൂമിക്കടിയിലെ മിസൈൽ നഗരങ്ങളും ഇറാന്റെ പ്രതിരോധ കോട്ടയെ തകർക്കാനാവാത്തതാക്കി മാറ്റിക്കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലെ ഇറാന്റെ സ്വാധീനം ആഗോള ഊർജ്ജ വിപണിയിൽ അവർക്ക് നിർണായകമായ മേധാവിത്വവും നൽകുന്നുണ്ട്. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ വൻ ശക്തികൾ ഇറാന്റെ മണ്ണിൽ ഇങ്ങനെ അണിനിരുന്നത് ഈ കരുത്തിനുള്ള വലിയൊരു അംഗീകാരം കൂടിയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ലോകത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇനി നടക്കില്ല എന്നും ഒരു പുതിയ മൾട്ടി പോളാർ ലോകക്രമം നിലവിൽ വന്നുവെന്നും ഈ സൈനിക അഭ്യാസം ഉറപ്പാക്കി കഴിഞ്ഞു. അമേരിക്കൻ ഡോളറിനെ അപ്രസക്തമാക്കിക്കൊണ്ട് പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള നീക്കങ്ങളും തദ്ദേശീയമായ ബാങ്കിംഗ് ശൃംഖലകളും വഴി അമേരിക്കയുടെ സാമ്പത്തിക ആയുധങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ ഇറാന് സാധിച്ചു എന്നതും വലിയ വാർത്തകൾ തന്നെ. ഏതായാലും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം കരുത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഇറാൻ ആധുനിക ലോകക്രമത്തിലെ പുതിയ പവർ ഹൗസ് ആണെന്ന് ഓരോ സൈനിക നീക്കത്തിലൂടെയും അവർ തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇറാൻ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും അമേരിക്ക നടത്തിയ ഉപരോധങ്ങളൊന്നും ഇറാനെ തൊട്ടിട്ട് പോലും ഇല്ല എന്ന കാര്യവും ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.